ഹലോ നമസ്കാരം. സ്റ്റോക്കിംഗ്, the bloody സ്റ്റോക്കിംഗ്. വാട്ട് ഈസ് സ്റ്റോക്കിംഗ്? ഒബ്വിയസ്ലി ഒരുപാട് ആൾക്കാർക്ക് എന്താണ് സ്റ്റോക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഉണ്ടാവും. ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം ആ പർട്ടിക്കുലർ വിഷയത്തിലേക്ക് കിടക്കാം. പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ്ലി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നേരിട്ടായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ത്രൂ ആയിക്കോട്ടെ, ഇങ്ങനെ 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 നടക്കുക. വാട്സാപ്പില് മെസ്സേജ് ആയിരിക്കും, അയച്ചോണ്ടേയിരിക്കും, അവിടെ സഹി കേട്ടിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷം പ്ലാറ്റ്ഫോം മാറും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ബോട്ടിം, സ്കൈപ്പ്, ജിപേയിൽ വരെ മെസ്സേജ് അയക്കുക. അതായത് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടേയിരിക്കുക, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ഇങ്ങനെ 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 ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന് പല രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇതിന്റെ അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നല്ല രീതിയിൽ വൃത്തികെട്ട ലെവലിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, സാന്ദ്ര സന്തോഷ്, ഈ പുള്ളിക്കാരുടെ വീഡിയോസ് ഞാൻ ഇപ്പോഴാണ് കണ്ട് തുടങ്ങിയത്. അതിൻ്റെ അകത്ത് അവർ പ്രൂഫുകളും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അവർ ആ വീഡിയോന്റെ അകത്ത് അവരെ 12 കൊല്ലമായിട്ട് 12 കൊല്ലമായിട്ട് അവരെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ചെക്കനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 12 കൊല്ലേ, അതായത് സ്കൂള് പഠിക്കുമ്പോൾ തൊട്ട് ശല്യമാണ്. നമുക്കിവിടെ സീരിയസ്ലി മാൻ, അവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. ഇവിടെ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ എന്തിനു പറയണം, ഒരു 2-3 ദിവസം പോലും ഇത്തരത്തിലുള്ള സ്റ്റോക്കിംഗ് നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ മാനസികമായിട്ട് പണ്ടാറടങ്ങി പോകും. അപ്പോഴാണ് 12 കൊല്ലം 12 കൊല്ലം ഈ ശല്യം അനുഭവിക്കുന്ന ഈ പുള്ളിക്കാരുടെ മാനസികാവസ്ഥ എത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ പുള്ളിക്കാരി നെതർലൻഡ്സിലാണ്. അവര് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കേസൊക്കെ കൊടുത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ കേസ് കൊടുത്തപ്പോ ആ ചെക്കന്റെ വീട്ടുകാര് കൈയും കാലും പിടിച്ച് മൂങ്ങി പണ്ടാറടങ്ങിയിട്ട് ഇത് കേസായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാരി പോവും, അല്ലെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, അതൊക്കെ ഇല്ലാതായി പോവും എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചപ്പോ കേസ് പിൻവലിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. ഇനി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. പക്ഷെ എവിടെ രക്ഷപ്പെടണേ? അവര് കേസ് പിൻവലിച്ചു, അയാള് പുറത്തേക്കും പോയി, നിർത്തിയില്ല. വീണ്ടും ഇത് തന്നെയാണ് പരിപാടി. ഇത് വെറുതെ അവർ ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് സംസാരിക്കുന്നതല്ല കേട്ടോ, അവര് പ്രൂഫ് വെക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ 1-2 മെസ്സേജുകളും പരിപാടികളൊക്കെ അയാള് ഇവർക്ക് അയച്ചത് ഞാൻ ഇവിടെ വെക്കാം. എന്തൊക്കെ മോശമായിട്ടാണ് ഓരോന്ന് പറയുന്നത്. ഞാൻ എന്റെ നാവ് കൊണ്ട് എന്തായാലും പറയില്ല, പക്ഷെ ഇത് അറിയാൻ വേണ്ടി, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ വെക്കുന്നതാണ്. എന്തൊക്കെ വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇരുന്ന് മെയിൽ അയച്ചുകൊണ്ടേ ഇരിക്കുന്നത്, എന്തൊക്കെയാണ് ഈ വൃത്തികേട് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ലൈക്ക് അയാൾ സൈക്കോളജിക്കലി ഇപ്പൊ ഇവര് കേസ് എന്തോ കൊടുത്തു എന്നുള്ള രീതിയിൽ ഈ ചങ്ങാതി അറിഞ്ഞപ്പോഴും ഇയാൾ പറയുന്നത് എന്താണ്, അയാൾ ഓൾറെഡി സൈക്കോളജിക്കലി ഞാൻ വീക്കാണ് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്, ഞാൻ അത് വെച്ചിട്ട് ഊരിക്കോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഒന്ന് അയാളുടെ ലെവലൊന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ, ഹൗ ഡേഞ്ചറസ് ഹീ ഈസ്. അയാള് കയ്യിൽ നിന്ന് പോയിട്ട് ആക്ച്വലി നിൽക്കുകയാണ്. അയാളെ ഇതുപോലെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ആരും സേഫ് അല്ല എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ഇവരും ഈ സാന്ദ്ര സന്തോഷ് എന്ന് പറയുന്ന ഇവരാണെന്നുണ്ടെങ്കിലും സേഫ് അല്ല. ബിക്കോസ് ഏത് എക്സ്റ്റെന്റ് വരെ ഇയാൾ പോകും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അയാളെ ന്യായീകരിച്ചുകൊണ്ടൊന്നും ആരും വരേണ്ട കാര്യമൊന്നുമില്ല. അയാള് അയച്ചിരിക്കുന്ന മെസ്സേജുകളും പരിപാടികളൊന്നും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നോർമലി ചിന്തിക്കുന്ന ആളുകളെ കൊണ്ട് അങ്ങനെയൊന്നും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. എത്രയൊക്കെ ഇപ്പൊ ദേഷ്യം വന്നു അല്ലെങ്കിൽ എത്രയൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ലെവലിലേക്ക് നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനെ കൊണ്ട് ഇങ്ങനെയൊന്നും മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റത്തൊന്നുമില്ല. അയാൾ ഒരുമാതിരി ലെവലിലാണ് ഇവർക്ക് മെസ്സേജ് അയച്ചു വിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇയാള് അവരുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് ഈ പുള്ളിക്കാരെ കുറിച്ചിട്ട് മോശം പറഞ്ഞു കൊടുക്കുക. അതേപോലെ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറയും, ഇത് എന്താണ്, ഇത് ഏത് എക്സ്റ്റെന്റ് വരയ്ക്കാ പോകുന്നത്, അതിന്റെയൊക്കെ ആവശ്യം ആക്ച്വലി എന്താണ്. അതാ ഞാൻ പറഞ്ഞു, ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സംഗതിയുടെ ഭീകരതയാണ്. വൺ ഓഫ് ദി
എന്താ പറയുക വേഴ്സ്റ്റ് വേർഷൻ ഓഫ് സ്റ്റോക്കിംഗ് ആണ് ഈ സംഗതി. അതായത് സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് വരെ ഇവരെ കുറിച്ചിട്ട് ഓരോന്ന് പറയുക എന്ന് പറയുന്ന പരിപാടി. എന്നിട്ട് ഇത് കമ്പനിക്കാർക്ക് മനസ്സിലായപ്പോൾ എന്താണ്, ഇവർക്ക് വർക്ക് ഫ്രം ഹോമും പരിപാടിയൊക്കെ സെറ്റാക്കി കൊടുക്കുകയൊക്കെയാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത് എന്നാണ് അവര് വീഡിയോന്റെ അകത്ത് പറയുന്നത്. ഇതെന്താണ് ആക്ച്വലി ഇത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഇവരും ഈ ലെവലിലേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് നമുക്കിത് കേൾക്കുമ്പോൾ പേടിയാവുകയാണ് ചെയ്യുന്നത്. എടോ, നമ്മുടെ നാട്ടിൽ എന്തോരം വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ എന്താണ് ഒരു നോ എന്ന് പറയുന്ന സംഗതി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് പറ്റുന്നില്ല. ഒരു റിജക്ഷൻ കിട്ടുമ്പോഴേക്കും ഒന്നല്ലെങ്കിൽ തൂങ്ങിച്ചാവും, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ തല വെട്ടും, കൊലപ്പെടുത്തും, തീയിട്ട് കൊടുത്തി കൊല്ലും. ഇതൊക്കെയല്ലേ നടക്കുന്നേ. എന്തോരം അത്തരത്തിലുള്ള സംഗതികൾ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഉണ്ടായി. അപ്പൊ ഇത് സൈക്കോളജിക്കലി ഐ ഡോണ്ട് നോ, എനിക്ക് ഇതുപോലെ സൈക്കോളജിക്കൽ എററാണ്, മേ ബി ആയിരിക്കാം. ബട്ട് ഇത് ബാക്കിയുള്ള ആൾക്കാർ അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് ഇഫ് ഹി ഈസ് സൈക്കോളജിക്കലി വീക്ക്, ഇഫ് ഹി ഈസ് സൈക്കോളജിക്കലി നോട്ട് ഓക്കെ, അത് നമ്മുടെ പ്രശ്നമല്ല, അത് അയാളുടെ പ്രശ്നമാണ്. അയാളുടെ വീട്ടുകാർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അയാളെ അടക്കി നിർത്തേണ്ടതാണ്. അയാൾ ഇങ്ങനെയൊക്കെയാണ്, അയാൾ സൈക്കോളജിക്കലി അയാൾക്ക് വല്ല വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അയാൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറയണം. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ബാക്കിയുള്ള ആൾക്കാർ എന്തിനു അനുഭവിക്കണം? ബാക്കിയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥയെ മോശമാക്കുന്ന ലെവലിൽ ഇയാൾ പെരുമാറുന്ന സമയത്ത് ഇത് എന്തിനു ബാക്കിയുള്ള ആൾക്കാർ സഹിക്കണം? ഭയങ്കരം ഭയങ്കരം ഭയങ്കരം. ഇതിൻ്റെ അകത്ത് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങൾ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഞാൻ പൊതുവായിട്ട് പറയണേ, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഈ സാന്ദ്ര സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്, നിങ്ങൾ ഒരിക്കലും പേടിച്ചിട്ട് വായടച്ചിരിക്കരുത്. നിങ്ങൾ തെളിവ് സംഘടിപ്പിക്കുക. അവരയക്കുന്ന മെസ്സേജുകള്, അവര് വല്ല വീഡിയോസ് അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കണം. ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയരുത്, ഇതെല്ലാം സേവ് ചെയ്ത് വെക്കണം. ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരിപാടി ചെയ്യുന്നവന്റെ ഒരു എന്താ പറയുക എക്സ്റ്റെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അല്ലെങ്കിൽ അയാൾ എത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ട് എത്രത്തോളം വൾഗാരിറ്റിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ള അയാളുടെ ക്യാരക്ടറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ഇത് തെളിവ് ശേഖരിച്ച് കയ്യിൽ വെക്കുക പരമാവധി. മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇത് വീട്ടുകാരെ അറിയിക്കില്ല, കുടുംബക്കാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ അറിയിക്കില്ല, ആരെ അറിയിക്കാത്തത് ഇതങ്ങനെ വെക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പേടിച്ചിരിക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് പ്രൂഫ് ശേഖരിച്ച് വെക്കുക. നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഇത് പറയുക, ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് സഹായം തേടുക. നിയമപരമായിട്ട് സഹായം നിങ്ങൾ തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ മൂവ് ഫോർവേഡ്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈ വക പരിപാടികളൊക്കെ ചെയ്യുക. നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പരമാവധി ശ്രമിക്കണം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ വന്ന് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ 12 കൊല്ലമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പറയുന്നത് ചെറിയ പരിപാടിയാണല്ലോ, അല്ലല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാവണ്ടേ? ഇവരാണെങ്കിൽ നെതർലാൻഡ്സിലാണ്, അവർക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അവർക്കിത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അതിന്റെ അവർ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കേസ് കൊടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ചെക്കന്റെ വീട്ടുകാർ കൈയും കാര്യം പിടിച്ച് മോങ്ങിയിട്ട് ഒരു അവസരം കൊടുത്തിട്ട് ആ കേസ് പിൻവലിച്ചു. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഇവർ അബ്രോഡ് പോയതിനു ശേഷം ഇത് തുടരുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു വഴിയില്ല. അപ്പൊ അവര് പബ്ലിക്കലി ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് പീപ്പിൾ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അല്ലേ, ആളുകൾ ഇത് അറിയണം. അവര് വെറുതെ വന്ന് സംസാരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്തൊക്കെയോ ഡൗട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം. പക്ഷെ അവര് പ്രൂഫ് സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ അയാൾ പറയണം അയാളുടെ കയ്യിൽ മറ്റേ സൈക്കോളജിക്കൽ അയാൾ ഓക്കെ അല്ല എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് വരെ അയാൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അയാൾ ഈ മെയിൽ അയക്കുന്ന സമയത്ത് അയാളുടെ ബുദ്ധി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഹി ഈസ് നോട്ട് ഇന്നസെന്റ്. അപ്പോ എന്താ പറയാ, ഒരു തീരുമാനം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവണം. ഇത്
ആൾക്കാർ പബ്ലിക്കിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ ഇത് സംസാരിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇതിലിപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അയാളുടെ സൈഡും കൂടി കേൾക്കണം, ഇത് മാത്രം കണ്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. ഓക്കെ, അയാൾക്ക് അയാളുടെ സൈഡ് മേ ബി പറയാനുണ്ടാവുകയായിരിക്കും. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇവര് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇവർ പുറത്തേക്ക് വെച്ച മെസ്സേജുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് അയാളെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലല്ല. അയാള് ഭയങ്കര ഭീഷണിയാ. എന്തൊരു ഭീഷണിയാ? ഭീഷണിപ്പെടുത്തുന്നേ. അപ്പൊ ഈ ഭീഷണിപ്പെടുത്തുന്ന ആളെ ഞാൻ എന്തും പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുക? ഈ വേണ്ടാത്ത വർത്തമാനം, ഈ വീട്ടുകാരെ തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു തരത്തിലും അയാളെ ന്യായീകരിക്കാനുള്ള വകുപ്പ് ആക്ച്വലി ഇല്ല. അപ്പൊ ഇങ്ങനെ ന്യായീകരിക്കാനുള്ള ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് പലർക്കും ഇത് റിയാക്ട് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാവുന്നതും ഓപ്പൺ അപ്പ് ആവാതെ സ്വന്തമായിട്ട് ഇത് അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ട് പോകേണ്ടി വരുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഇങ്ങനെ കുറെ കഴങ്ങന്മാർ ആക്ച്വലി ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും എന്താണ് ഇങ്ങനെ ന്യായീകരിക്കാനുള്ള കുറെ മനുഷ്യന്മാര്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലരും, എത്ര പേര് കാണുന്നൊന്നും അറിയില്ല, കുറച്ച് ഒരു 1.5-2 കൊല്ലം മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞേനെ ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പൊ കുറച്ച് പേര് കാണുന്നുണ്ടാവും. ഈ കാണുന്നവരിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അത് ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ. ഈ സ്റ്റോക്ക് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കാനുള്ള ആ വെളിവും ബോധമൊന്നും ആക്ച്വലി ഇല്ലാത്ത ആളുകളായിരിക്കുമല്ലോ ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ടാവുക. എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ വ്യക്തികളോട് പ്രേമം എന്ന് പറഞ്ഞ വികാരമല്ല ഉള്ളത്. പ്രേമമല്ല, നിങ്ങൾക്ക് സത്യസന്ധമായ പ്രേമമോ സ്നേഹമോ പരിപാടികളോ ഒന്നും അല്ല ഉള്ളത്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കാര്യം നടക്കണം. അതായത് നിങ്ങളോട് അവര് യെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ അവര് നടക്കണം. നിങ്ങൾക്ക് ആ ഒരു വാശിയാ, അല്ലെങ്കിൽ നിങ്ങളുടെയാണ് എന്നുള്ളൊരു അധികാരപൂർവമുള്ളൊരു ചിന്തയാണ്. നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് കിട്ടാവുള്ളൂ, നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു വൃത്തികെട്ട വാശിയാണ് നിങ്ങൾക്കുള്ളത്. അത് പ്രേമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്, മനസ്സിലായില്ല? അത് പ്രേമമല്ല. വാട്ട് ഈസ് ലവ്? നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അയാളോട് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഓക്കെ, യഥാർത്ഥ സ്നേഹമാണെങ്കിൽ, യഥാർത്ഥ പ്രേമമാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും. ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഗതിയോട് കൂടിയിട്ട് പ്രേമം ആത്മാർത്ഥമായിട്ട് ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രേമം നമ്മൾ തുറന്നു പറയുമ്പോൾ അവര് നോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്മാറും. വൈ ബിക്കോസ് നമുക്ക് യഥാർത്ഥത്തിൽ അവരോട് പ്രേമം എന്ന് പറഞ്ഞ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. അവരോട് ഒരു തരത്തിൽ റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് പ്രേമം എന്ന് പറഞ്ഞ സാധനം തോന്നേണ്ടത്, അല്ലേ? അപ്പോൾ അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ റെസ്പെക്റ്റോട് കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പരിപാടി നോക്കിയിട്ട് പോണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ സ്റ്റോക്ക് ഇത് ഞാനാണ് ഗേമൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ കുറച്ച് വെളിവും ബോധവും വിദ്യാഭ്യാസവും ബുദ്ധിയും ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും, ഇത് തിരുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നടക്കുന്ന ആളുകൾ സിമ്പിൾ. നിങ്ങൾ പ്രേമത്തെ അങ്ങനെ ഡിഫൈൻ ചെയ്യൂ. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളോട് നമുക്ക് ഒരു റീസൺ ഉണ്ടാവും പ്രേമം തോന്നാൻ, അല്ലേ? ആ നല്ല വ്യക്തി, അയാളോട് എനിക്ക് റെസ്പെക്ട് തോന്നുന്നു, അയാളെ എൻ്റെ പാർട്ട്ണറാക്കിയാൽ കൊള്ളാം എന്നെനിക്കുണ്ട് എന്ന് നമുക്ക് തോന്നും. അങ്ങനെ റെസ്പെക്റ്റോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു സ്നേഹം, പ്രേമം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവരോട് റെസ്പെക്ട് ഒന്നും പോവില്ല. കാരണം നമുക്ക് അവരെ റെസ്പെക്ട് ചെയ്യാനൊരു റീസൺ നമുക്ക് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ റിജക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് റെസ്പെക്ട് പോവില്ല. അവരുടെ വികാരത്തെ അല്ലെങ്കിൽ അവരുടെ ആ തീരുമാനത്തെ നമ്മൾ മാനിക്കുകയാണ് ആക്ച്വലി ചെയ്യുക, യഥാർത്ഥ പ്രേമമാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ അല്ലാതെ ഇതിങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഉപദ്രവിച്ച് കേസാവണം. എക്സ്ട്രീം ലെവലിലൊക്കെ ഇങ്ങനെ ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ചില ആളുകളുണ്ട് സൂയിസൈഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കളയും. കൈ മുറിക്കുക, കാല് മുറിക്കുക,
സ്വയം ഉപദ്രവിക്കുക, എന്നിട്ട് ഇതെല്ലാം ക്യാമറയിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ ക്യാപ്ചർ ചെയ്യുക, എന്നിട്ട് അയച്ചു കൊടുക്കുക. എന്നെ പ്രേമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞാവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് ഈ സൊസൈറ്റിക്കകത്ത്. അപ്പോ ഒബ്വിയസ്ലി ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താ തോന്നുക, സംഗതി ഇത് ഞാൻ കാരണം ഇത് ചത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ ആ ഒരു മാനസികാവസ്ഥ താങ്ങാൻ എനിക്ക് പറ്റൂല, ബുദ്ധിമുട്ടാവും, എന്റെ നിലയിലാവും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ചിലപ്പോൾ കെട്ടേണ്ടി വരെ വരും. ഇവരൊക്കെ കെട്ടിപ്പണ്ടാറടങ്ങേണ്ടി വരെ വരുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട്. പല തരത്തിലുള്ള സൈക്കോസ് ആണ് ഈ സൊസൈറ്റിക്കകത്തുള്ളത്. ഞാൻ ഈ വിഷയം മാത്രം വെച്ചിട്ടല്ല പറയണം, പൊതുവേയും കൂടിയും പറയാ. ഈ ഒരു അവസ്ഥയിലേക്ക് പല തരത്തിലുള്ള സൈക്കോസ് ആക്ച്വലി ഉണ്ട്. ഞാൻ തൂങ്ങിച്ചാവും ചത്തൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തുള്ള ആളെ അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ഇമോഷണലി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. വല്ലാത്ത അവസ്ഥയാണെന്നേ. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് മൊത്തം ഇത് വെറും കഥ മാത്രമാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂഫ്സും കാര്യങ്ങളെല്ലാം കയ്യിൽ എടുത്ത് വെക്കുക. അത് വീഡിയോ പ്രൂഫ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മെസ്സേജസ് ആയിക്കോട്ടെ, എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾ കീപ്പ് ചെയ്യുക. കേസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപകരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൈഡ് ക്ലിയർ ആണ് എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൈഡെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കയ്യിൽ ഈ പ്രൂഫ് ഉണ്ടെങ്കിൽ. അതേപോലെ ആരോടും മിണ്ടാതിരിക്കരുത്. ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ നിങ്ങളുടെ ഈ ഒരു വിഷയം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ദാറ്റ്സ് ഇറ്റ്.